നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിതേ ഇങ്ങനെ ഒരു കൃഷ്ണന്റെ പടം വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും ഈ ഒരു വ്യക്തിക്കെതിരെ ഗുരുവായൂർ പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഒരു പരാതിയിൽ തന്നെയാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേസ് നിലനിൽക്കെയാണ് വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയും ഇപ്പോൾ വിഷു പ്രമാണിച്ച് ഈ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കൃഷ്ണന്റെ പടം വരച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണന്റെ പടം എന്ന് വെച്ചാൽ സാധാരണ ഒരു നെയ്യൊക്കെ വെച്ചിട്ടുള്ള മറ്റു വെണ്ണ കടഞ്ഞൊഴുകുന്ന ഒരു കൃഷ്ണനെ വരച്ച് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ചേഞ്ച് ആയിട്ട് ഈ ഒരു സാധാ ഒരു കൃഷ്ണനെ, പക്ഷേ ഫേസ് കട്ടൊക്കെ അത് തന്നെയാണ്, ആ കുടമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കൃഷ്ണൻ്റെ പടം ഈ 12 വർഷമായിട്ട് ആ സ്ത്രീ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് കൊടുക്കുന്നത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതായത് കണ്ണിനെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് ഈ വർഷം ഗുരുവായൂർ വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ്. 12 വർഷമായി ഗുരുവായൂർ ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണനല്ലാതെ മറ്റൊരു കണ്ണനെ, എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണന്മാർ തന്നെയാണ്, പക്ഷേ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ, വെണ്ണ ഉണ്ണുന്ന കണ്ണിനെയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ്. ആദ്യമായിട്ടാണ് വേറൊരു രൂപത്തിലുള്ള കണ്ണനെ ഞാൻ സമർപ്പിക്കുന്നത്. അമ്പലത്തിൽ പോവുക, തട്ടമിട്ടുകൊണ്ട് പോയി അതിനകത്തോട്ട് കയറുക, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഒരു ഹിന്ദു ആള് വന്നിട്ട് ഇവരുടെ ഈ മുസ്ലിം മതസ്ഥരുടെ പള്ളിയിലോട്ട് കയറാനാണെങ്കിൽ ഈ മുസ്ലിങ്ങൾ സമ്മതിക്കും? ഇല്ല, സമ്മതിക്കത്തില്ല. അതേ ഒരു ബഹുമാനം തന്നെയാണ് നമ്മൾ ഈ ഒരു ഓരോ മതക്കാർക്കും കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ത്രീ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. വെല്ലുവിളിക്കെന്ന് വെച്ചാൽ എന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ വന്ന് പബ്ലിക്കിൽ വന്ന് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് ഇവരെ പുറത്താക്കിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അതും ആ ഒരു സ്ത്രീ ലൈവിലൂടെ വന്ന് അതിന് മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈവിലൂടെ വന്നാലും ആ സ്ത്രീക്ക് അതിലൊരു റീച്ച് കയറും. അതായത് ഒരു വെടിക്ക് 2 പക്ഷി. എങ്ങനെ നോക്കിയാലും ഒരു നെഗറ്റീവ് കമൻസിന് നെഗറ്റീവ് ഉണ്ടാക്കി ആ ഒരു രീതിയിലും റീച്ച് ഉണ്ടാക്കാം. കൃഷ്ണൻ്റെ പേരിൽ ഫോട്ടോ വരച്ച് കൊടുത്ത്, അതൊരു മുസ്ലിം യുവതിയാണ്, അവർക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ വരച്ച് അങ്ങ് കൊടുക്കാം, അവർക്ക് സൈലൻ്റ് ആയിട്ടിരുന്ന് കൊടുക്കാം. ഇവർ ഈ പബ്ലിക്കിൽ വന്നിട്ട് തട്ടമിട്ട് ഹിന്ദു ദൈവങ്ങളുടെ പടവും വരച്ച് കൊടുക്കുന്നതിന് ആരൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ആ ഒരു സ്ത്രീ കാണിക്കേണ്ട ഒരു മര്യാദ കാണിക്കുന്നില്ല. പറയാം എല്ലാവരെയും വെല്ലുവിളിക്കുന്നത്, അതായത് ഈ ഹിന്ദു ജനങ്ങളെ മൊത്തമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു സംസാരം. ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആരോടത്തോ എന്തോ പ്രതികാരം തീർക്കാനുള്ള രീതിയിൽ റോഡിൽ വെച്ചിട്ട് ഒരു വിഷുക്കണി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മ കൊടുക്കുകയാണ് ആ കൃഷ്ണന്. ഉമ്മ കൊടുത്ത് ആ കൃഷ്ണന് അങ്ങ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം മതത്തിനോടില്ലാത്ത സ്നേഹമാണ് മറ്റുള്ളവരുടെ മതത്തിലെ ദൈവത്തിനോട് ഇഷ്ടം തോന്നുക. പോട്ടെ, ഇഷ്ടം തോന്നാം, ദൈവങ്ങളോട് ഇഷ്ടം തോന്നാം. ആ ഒരു ഇഷ്ടം തട്ടമിട്ടിട്ട് ആവരുത്. ഒന്നുകിൽ അവർ മതം മാറ്റിയിട്ട് ആ ഒരു ദൈവത്തിനെ ആരാധിക്കുക. ഇത് വന്നിട്ട് അമ്പലത്തിലേക്ക് കയറുക, റീലെടുക്കുക, അത് മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുക, അതിലൂടെ വരുമാനം നേടുക. ഇവരൊരു നല്ലൊരു ഭക്തയാണെങ്കിൽ, കൃഷ്ണ ഭക്തയാണെങ്കിൽ ഇവർക്ക് റീലെടുക്കേണ്ട ആവശ്യമില്ല. ഇവർ ചുമ്മാ അമ്പലത്തിൽ കയറുന്നതിന് റീല്, ഇറങ്ങുന്നതിന് റീല്, എന്തെങ്കിലും മേടിക്കുന്നതിന് റീല്, പിന്നെ തട്ടമിട്ടുകൊണ്ട് ചെയ്യുന്ന, പിന്നെ ലൈവിൽ വന്നിട്ടാണെങ്കിലും വീഡിയോസിൽ വന്നിട്ടാണെങ്കിലും തട്ടം മാറ്റിയിട്ട് മതം മാറാണ്ട് പൊട്ടിട്ട് കാണിക്കുന്നു, ആരോടുള്ള വെല്ലുവിളി പോലെ പൊട്ടിട്ട് കാണിക്കും. ഇവർ സത്യം പറഞ്ഞാൽ ഇവരുടെ മതത്തിനെയും മറ്റുള്ളവരുടെ മതത്തിനെയും കളിയാക്കുന്ന രീതി തന്നെയാണ് ഇവരുടെ സംസാരങ്ങൾ. അത് കറക്റ്റായിട്ട് അവരുടെ രീതിയിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഈ ഒരു കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇത്രയും ദേഷ്യവും രോഷവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അത് ഈ സ്ത്രീ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ വീഡിയോസിലൂടെ ആണെങ്കിലും എല്ലാത്തിലൂടെ ആണെങ്കിലും ഇവർ ഈ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇവർക്ക് അതൊന്നും വകവയ്ക്കാൻ വേണ്ടി ഇവരിപ്പോൾ വീഡിയോയിലൂടെ വന്ന് പറയുന്നുണ്ട്, അവർ വെച്ചിട്ടാണ് എല്ലാവരും കാശുണ്ടാക്കുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ വെച്ചിട്ട് എന്തോ കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹിന്ദു ദൈവത്തിന് വെച്ചിട്ടാണ് അവർ ആ ഒരു ഭക്തി എന്നുള്ള രീതിയിൽ ദൈവത്തിനെ വിറ്റാണ് ഇവർ കാശുണ്ടാക്കുന്നത്. അല്ലാണ്ട് ഇവരൊരു സ്നേഹത്തിലോ ഇവർക്ക് ദൈവത്തിനോട് ആരാധനയോ ഉണ്ടായിട്ടല്ല. ഇവർക്ക് ഒരു ദൈവങ്ങളോടും ആരാധനയില്ല. സ്വന്തം ദൈവത്തിനോട് വിശ്വാസമോ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു രീതി മറ്റുള്ളവരുടെ ദൈവത്തിനോടും കാണിക്കുമായിരുന്നു. പക്ഷേ ഇത് അവർ കാണിക്കുന്നില്ല. ഇവർ മനഃപൂർവ്വമായിട്ട് വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിചാരിക്കുന്ന പോലെ അല്ല സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അത് ഇവർ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇവരുടെ പുറകിൽ ആരെങ്കിലും കാണും, അവർ തന്നെയായിരിക്കും ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ട് പോലും ആ ഒരു ഉത്തരവ് ലംഘിച്ചിട്ടാണ് ആ സ്ത്രീ കിഴക്കേ നടയിലെ കാണിക്ക് വഞ്ചിയുടെ പുറത്തിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിന് കടലാസ് മാലയിട്ടേക്കാൻ പോയിരിക്കുന്നത്.
കടലാസ് മാല ഇട്ടേക്കുന്ന പോരാഞ്ഞിട്ട് അത് റീലെടുത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇവരൊരു കലാപം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തട്ടമിട്ട് ഒരു അമ്പലത്തിൽ കയറി എന്ത് അടിത്തുകെട്ട പരിപാടിയാണ് ഈ ഒരു സ്ത്രീ കാണിക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ മതം മാറി പോകാം. മതം മാറിയിട്ട് പോയാൽ ആരൊന്നും പറയാൻ പോകുന്നില്ല. ഇവർ മനഃപൂർവ്വമായിട്ട് ഈ അമ്പലത്തിൽ, അതും ഗുരുവായൂർ അമ്പലം, ആ ഒരു അമ്പലത്തിന് മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് ആ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഇതിനെതിരെ ഒരു നടപടി വരും. ഇവർ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇവർ അങ്ങനെയാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരെങ്കിലും ഇവർക്കെതിരെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇവർ ഉടനെ രംഗത്ത് വരും. മനഃപൂർവ്വമായിട്ട് തള്ളിക്കൊണ്ട് അവിടെ പോവുകയാണ്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, കേക്ക് കട്ട് ചെയ്ത് മുറിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും മാലയിടാൻ പോകുന്നു, അതിന് മുന്നേ അവിടെയുള്ള ഒരു ഭക്തയെടുത്ത് അടി ഉണ്ടാക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് അതൊന്നും ബാധകമല്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കണം, മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുണ്ടാക്കണം. എന്തായാലും ഇവർ മനസ്സിലാക്കുന്നില്ല, ഇത് വലിയൊരു മതത്തിൻ്റെ പേരിലാണ്. ഈ മതം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കത്തിച്ച് വിട്ടാൽ മതി. ആ ഒരു കാര്യത്തിലാണ് ഈ മതം കയറി അങ്ങ് പടരും. അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും അതിൽ മതത്തിൻ്റെ കാര്യം ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കയറി കത്തും. അങ്ങനെയാണ് ഈ സ്ത്രീ ഇപ്പം വെല്ലുവിളിയോടെയാണ്, അതും വിശ്വസിക്കുന്ന ആൾക്കാരോടും ദൈവത്തിനോടും കൂടിയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. അതും പോലീസിനോടും നിയമത്തോടും എല്ലാവരോടും കൂടിയാണ് ഈ സ്ത്രീ വെല്ലുവിളിക്കുന്നത്. ഇവർക്ക് എന്തായാലും എന്തോ വലുത് വരാനിരിക്കുകയാണ്.